റിവിറ്റ് MEP മലയാളത്തിൻ്റെ 39ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് കഴിഞ്ഞ ക്ലാസ്സിലെ മോഡൽ ലൈനിലൂടെ വരച്ചിട്ടുള്ള ഈ ഒരു വോളിൽ എങ്ങനെ പെയിൻറ്റിങ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്കിവിടെ ഗ്ലാഡിങ് പോലുള്ള ഒരു മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽ ബ്രൗസറിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് മെറ്റീരിയൽ ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പെയിൻറ്റ് ഏതൊക്കെയാണ്, ഇപ്പോൾ ഈ രണ്ട് വോളിൽ യെല്ലോ വരും, അതുപോലെ ഇവിടെ രണ്ടും വൈറ്റ് തന്നെയാണ്. ഓക്കെ, ഇവിടെ ബ്ലൂ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽ ബ്രൗസറിനകത്ത് മെറ്റീരിയലും ക്രിയേറ്റ് ചെയ്ത് വെക്കണം, അതുപോലെ തന്നെ പെയിൻറ്റും ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാനേജിലേക്ക് പോകണം. മാനേജിലേക്ക് പോയിട്ട് ഇതാ മെറ്റീരിയൽ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇതുപോലൊരു ബോക്സ് വരും. ഇത് നമുക്കറിയാം, ഇത് മെറ്റീരിയൽ ബ്രൗസറാണ്. ഇതിനകത്താണ് നമ്മൾ മെറ്റീരിയൽ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ആദ്യം സെലക്ട് ചെയ്യണം. അതിനുശേഷം ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. അതായത് നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് കൊടുത്താൽ മതി. അല്ല നമുക്ക് റൈറ്റ് ബട്ടൺ കൊടുത്തിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം, പക്ഷേ അത് ടൈം ഒരുപാട് പോകും. അതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, അതിനുശേഷം നമുക്ക് പുതിയൊരു മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടോട്ട് വന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ മെറ്റീരിയൽ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയൽ വന്നു. ഓക്കെ, ഞാൻ ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പോൾ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊരു പേര് കൊടുക്കണം. ഞാനിപ്പോൾ ഇൻറ്റീരിയലിന് ഒരു പേര് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ പേര് കൊടുക്കാൻ പോകുന്നത് ഫിനിഷിംഗ് തന്നെയാണ്. ഓക്കെ, അടുത്തൊരു മെറ്റീരിയൽ വരേണ്ടത് എക്സ്റ്റീരിയലാണ്. അപ്പോൾ അവിടെ ഗ്ലാഡിങ് എന്നുള്ളൊരു പേര്, നമ്മൾ ഗ്ലാഡിങ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ റീനെയിം കൊടുത്തു, ഗ്ലാഡിങ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് മെറ്റീരിയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെയിൻ്റ് ആണ്. പെയിൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി ഇത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് എനിക്കിപ്പോൾ യെല്ലോ വേണം. ഓക്കെ, യെല്ലോ പെയിൻ്റാണ് ഈ രണ്ട് വോളിൽ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ യെല്ലോ എന്ന് തന്നെ പേര് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മെറ്റീരിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റീനെയിം കൊടുക്കാം. ഓക്കെ, റീനെയിം എന്താണ് കൊടുക്കേണ്ടത്? യെല്ലോ. അതിനുശേഷം വീണ്ടും ഞാൻ റീനെയിം ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ ഇനി ഏതൊക്കെ കളറാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഇവിടെ ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്. ഓക്കെ, അതുപോലെ വൈറ്റും ഉണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും മെറ്റീരിയലിലേക്ക് പോകാം. ബ്ലൂ, ഓറഞ്ച്, വൈറ്റ്, 3 പെയിൻറ്റും കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് റീനെയിം കൊടുക്കുകയാണ്. ഇവിടെ ഓറഞ്ച് എന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. അതിനുശേഷം ബ്ലൂ എന്നൊരു പേര് കൊടുക്കുകയാണ്. ഇതെല്ലാം പെയിൻ്റാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഇവിടെ വൈറ്റ് എന്ന് കൊടുക്കും. ഓക്കെ, അതിനുശേഷം എൻ്റർ. അതിനുശേഷം ഇവിടെ അപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട പെയിൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫയലും അതുപോലെ തന്നെ മെറ്റീരിയലിന് വേണ്ട ഫയലും എല്ലാം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇതിലിപ്പം മെറ്റീരിയൽ ഒന്നുമില്ല. ഇതിലേക്ക് നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ടൊരു മെറ്റീരിയൽ വരും. ഓക്കെ, അത് നമ്മൾ നോക്കണ്ട. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ബ്ലൂ പെയിൻ്റ് ആണ് ആഡ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ബ്ലൂ പെയിൻറ്റ് ആ ഒരു ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ അപ്പിയറൻസിനകത്ത് ഇവിടെ പെയിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പെയിൻറ്റിനകത്ത് നമുക്ക് ഒരുപാട് കളറുകൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്ലൂ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ബ്ലൂ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ബ്ലൂ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ബ്ലൂ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അപ്ലൈ കൊടുത്തു. അതിനുശേഷം ഇവിടെ വേറൊരു മെറ്റീരിയൽ ഇവിടെ ഓറഞ്ച് കൊടുക്കണം. പെയിൻ്റാണ്. ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഞാൻ ഓറഞ്ച് എന്ന് സെർച്ച് ചെയ്യാൻ പോവാണ്. ഓറഞ്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു കളറാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, ഞാൻ അത് തന്നെ എടുക്കുകയാണ്. അപ്ലൈ കൊടുത്തു. അതിനുശേഷം ഇവിടെ വൈറ്റാണ് എടുക്കാൻ പോണത്. ഇവിടെ വൈറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് വൈറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വൈറ്റ്, ഓക്കെ, ഈ വൈറ്റ് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്തു. ഓക്കെ കൊടുത്തു. ഇതുപോലെ നമുക്ക് എല്ലാ പെയിൻറ്റുകളും ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് സെലക്ട് ചെയ്തപ്പോൾ നേരത്തെ നമുക്ക് ഓറഞ്ച് കിട്ടിയത് പെയിൻ്റ് അല്ല, അതൊരു ഏതൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, നമുക്കിപ്പം പെയിൻറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഒരു പാറ്റേണൊക്കെ അവിടെ വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഓറഞ്ച് കളർ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു കളർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വന്ന ശേഷം ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓറഞ്ച് ഏതാണ്? ഓറഞ്ച് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു വേറൊരു കളർ ആഡ് ചെയ്യാം. ഇവിടെ വയലറ്റ് കൊടുക്കാം. ഓക്കെ, വയലറ്റ് എന്നുള്ളൊരു കളറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ വയലറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നേരെ മെറ്റീരിയലിലേക്ക് വന്നതിന് ശേഷം ഓറഞ്ച് സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ അപ്പിയറൻസിനകത്ത് ഇവിടെ പെയിൻറ്റ് ഉണ്ടാകും. ഓക്കെ, പെയിൻറ്റ് എടുക്കണം. പെയിൻറ്റ് എടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് വയലറ്റ്. ഓക്കെ, വയലറ്റ് പല ടൈപ്പ് വയലറ്റുകൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇവിടെ അപ്ലൈ എടുത്ത് ഓക്കെ, ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാഡിങ്ങിൻ്റെ ഒരു മെറ്റീരിയലും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും മെറ്റീരിയൽസിലേക്ക് പോയതിനു ശേഷം ഇവിടെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഇൻറ്റീരിയലിൽ വരുന്നതാണ്. അപ്പോൾ ഇൻറ്റീരിയലിൽ പ്രത്യേകിച്ച് മെറ്റീരിയൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടുത്തെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ,
ഇവിടെ അപ്പിയറൻസിലേക്ക് വന്നതിന് ശേഷം ഇവിടെ കളർ ചേഞ്ച് കൊടുക്കുക. ഇവിടെ വൈറ്റ് ആക്കി കൊടുക്കുകയാണ്. ഇവിടെ വൈറ്റ് ആക്കി കൊടുത്തു. അതിനുശേഷം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒന്നിൻ്റെയും ഗ്രാഫിക്സിൽ ഒന്നിലേക്കും പോയിട്ടില്ല. അതായത് എനിക്ക് ഫിനിഷിംഗ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് എൻ്റെ ബ്രിക്കായിട്ട് തന്നെ വരും, ബ്രിക്കിൻ്റെ മെയിൻ മെറ്റീരിയലായിട്ട് തന്നെ വരും. ഓക്കെ, പക്ഷേ അതിലേക്കൊരു ഗ്ലാഡിങ് കൊണ്ടൊന്ന് ഒട്ടിക്കുകയാണ്. അതായത് ഫ്രണ്ടിലൊരു ടൈൽസ് പോലെ ചെറിയ ടൈൽസിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർമലി ഈ വോളിൻ്റെ രണ്ട് എൻഡിലും ഫിനിഷിങ് ഈ ഒരു വൈറ്റ് കളർ തന്നെ വരും. ഓക്കെ, അല്ലെങ്കിൽ വൈറ്റ് മെറ്റീരിയൽ തന്നെ വരും. ഞാൻ അതിലേക്ക് ഗ്ലാഡിങ് ആണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗ്ലാഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഗ്ലാഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഇവിടെ അപ്പിയറൻസിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വോൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വോളിനകത്ത് ഞാനൊരു സ്റ്റോണിൻ്റെ ഒരു പാറ്റേൺ ആണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോൺ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഇവിടെ വരും. ഓക്കെ, വോൾ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ഗ്ലാഡിയാണ് ഞാൻ ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് നമ്മളിതിൻ്റെ പെയിൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്കിതെങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഗ്ലാഡിങ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ഇതിൽ പുതുതായിട്ട് വരുന്നത് പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. മീൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊന്നും ഈ മെറ്റീരിയൽ ക്രിയേഷനും അതുപോലെ തന്നെ വോൾ ക്രിയേഷനൊന്നും കൊണ്ടുവരാതെ ഈ ഒരൊറ്റ വീഡിയോയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ചെയ്യാത്തതിൻ്റെ കാര്യം ഇതാണ്. ഒരു മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റിവിറ്റിൽ ഈ ടൂളുകൾ, ഇതിൻ്റെ ക്രിയേഷൻ. അപ്പോൾ ഇത് കൂടുതൽ തവണ ഇത് വർക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവും. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും വിശദീകരിച്ച് വരുന്ന ഫോൾട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഇതെല്ലാം എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം.